അപ്പം നമ്മൾ തീയലിനായിട്ട് ഇതാ ഇടിച്ചക്ക, അതായത് ഇടിഞ്ചക്ക എന്നൊക്കെ പറയും, അത് ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കും. അത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിലിടാൻ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ടാട്ടോ ഈ കളറ്. ഇനി ഇടിച്ചക്ക തീയിൽ വെക്കുമ്പോൾ എപ്പോഴും 2 കഷ്ണം മുരിങ്ങക്ക ഇട്ടാൽ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ്. അപ്പോൾ ഇടിച്ചക്ക വയ്ക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾ മുരിങ്ങക്കോല് ഇടാറുണ്ട്. അപ്പോൾ ചക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുക, മുരിങ്ങക്കോലും എടുക്കുക. വെറുതെ നുറുക്കുന്നതൊക്കെ കാണിച്ചു നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കൊച്ചുള്ളിയാണ്. തീയലിന് എപ്പോഴും ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം, ചീനച്ചട്ടിയിൽ. ഇത് പാരമ്പര്യ രീതിയിലുള്ള തീയൽ തന്നെയാണ് കേട്ടോ നമ്മളിവിടെ വയ്ക്കുന്നത്. പണ്ട് വെച്ചുകൊണ്ടിരുന്ന അതേ രീതിയിലാണ്. ഇതും പൊടികളിട്ടിട്ടല്ല, നമ്മൾ മല്ലിയും മുളകും ചേർത്തിട്ടാണ്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക്. ഇത് നന്നായിട്ട് അരച്ച് ആദ്യം കഷ്ണത്തിൻ്റെ കൂടെ ചേർത്തിട്ടാണ് പണ്ടൊക്കെ തീയൽ വയ്ക്കുക. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മൾ പൊടിയൊക്കെ ഒന്നിച്ച് അരയ്ക്കുന്നവരുണ്ട്. ഇതിപ്പം ഞാനിത് ആദ്യം അരച്ച് കറിയുടെ കൂടെ ചേർത്താക്കാണ്, കഷ്ണത്തിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മളത് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കഷ്ണത്തിലേക്ക് നന്നായിട്ട് മല്ലിമുളകും മൂത്താ ടേസ്റ്റൊക്കെ അങ്ങോട്ട് പിടിക്കുക. അപ്പോഴും തീയൽ നല്ല രുചിയുള്ളതാവണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ചുവക്കെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ചുവന്ന് വന്നു തുടങ്ങി. ഗോൾഡൻ ബ്രൗൺ ആണ് കേട്ടോ കളറ്, ബ്രൗൺ അല്ല, ഗോൾഡൻ ബ്രൗൺ. അതുവരെ നമുക്ക് വറുത്തെടുക്കാം. വറുത്തിട്ട് നല്ല മഷി പോലെ അരയ്ക്കണം, നന്നായിട്ട് അരയണം തീയൽ. ഒക്കെ പണ്ട് നമുക്കത് അരച്ചുകൊണ്ടിരുന്നതാണ്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ അതാ വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ലേശം പുളി, ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ കുറച്ച് ചക്ക ആയതുകൊണ്ട് തന്നെ കുറച്ച് മതി. പുളി ഒന്നും ഇതിലേക്ക് പിടിച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് വറ്റിപ്പോയി. ഇനി നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം. വറുത്തരച്ച തേങ്ങ ചേർക്കാം. ലേശം വെള്ളം കൊണ്ട് ഒഴിക്കാം. ഇവിടെ ഇത്തിരി ലൂസാക്കിയാണ് കേട്ടോ ഈ തീയൽ, ഒഴിക്കാൻ പാകത്തിലാണ് ഞങ്ങൾ വെക്കാറ്. ഉപ്പ് നോക്കട്ടെ, ഉപ്പ് ഇച്ചിരി കുറവുണ്ട്, ലേശം ഉപ്പും കൂടെ ചേർക്കാം. നമ്മുടെ തീയൽ നല്ല ഭംഗിയായിട്ട് തിളയ്ക്കണുണ്ട് കണ്ടോ. ചട്ടിയിൽ നിന്ന് പതഞ്ഞു പോകുമെന്തോ, ഒന്ന് ഇളക്കിയിട്ടേക്കാം. ഒരു പാകത്തിനുള്ളൊരു കുഞ്ഞി ചട്ടിയാണ് കേട്ടോ. അവിയിൽ വയ്ക്കാനൊക്കെ ഞാൻ എടുക്കാറുണ്ട്, പരന്ന ചട്ടി. ഇതുപോലത്തെ തന്നെ കുടുവനും ഉണ്ട് എനിക്ക്. നന്നായിട്ട് തിളക്കട്ടെ, തീയലൊക്കെ നന്നായിട്ട് തിളയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കേടാവാതിരിക്കും തിളച്ചാൽ, അല്ലെങ്കിൽ കേടായിപ്പോകും. നല്ലൊരു സ്മെല്ലുണ്ട്. വറുത്തരച്ച് വയ്ക്കാമെന്ന് പറഞ്ഞാൽ അതിനൊരു രുചി വേറെ തന്നെയാണ് കേട്ടോ. നല്ല മണമായിരുന്നു. നമ്മൾ പൊടികളൊക്കെ ഇടുന്നതിലും നല്ലത് എപ്പോഴും മല്ലിമുളകും വറുത്തരയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് നേരമായി തിളയ്ക്കുമ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് ഇറക്കി വെച്ചിട്ട് കടുക് വറുത്തിടാം. ഒന്ന് വറുത്തിടാനുള്ള ചട്ടി വെച്ചു. ഇതേ കറി അവിടെ ഇറക്കി വെച്ചാലും കൽച്ചട്ടിയുടെ ഒരു ഗുണം അതാണ്, അത് നന്നായിട്ട് തിളച്ചോടെ ഇരിക്കണം. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇടണം, എന്നാലും ഉണക്കമുളകൊക്കെ തിരുമിയിട്ട് ചോറിന് നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാടൻ കറിവേപ്പില നമ്മുടെ കറിയിലേക്ക് ഇറക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ തിയറി? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇടിച്ചക്കയുള്ള കാലത്ത് ഇതുപോലെ വെച്ച് നോക്കണം. നമുക്ക് കടച്ചക്ക വയ്ക്കുന്ന ഒരു രുചി തന്നെ ഇടിച്ചക്കയും ഇതുപോലെ വയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ തീയലായിട്ടാണ് ഞാൻ വെച്ചത്, അല്ലാതെ ഇത് തന്നെ മസാലക്കറിയും വയ്ക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം. നല്ല നാടൻ കറികളാണ് കേട്ടോ എല്ലാം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം, അത് മറന്നു പോകരുത് കേട്ടോ. പോണേക്ക് മുമ്പ് അഭിപ്രായങ്ങളൊന്ന് എഴുതിയിടുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.